ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് ദേവിയുടെ 5-ാം അധ്യായം. അതിൽ സ്തുതികൾ, ദേവി സ്തുതിയിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. മറ്റു നാട്ടിലുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പം പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള സംഭവങ്ങൾ. 1, 2 അത് പിന്നെ തിരഞ്ഞെടുപ്പാണ്. അത് നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മേഖലയല്ല. അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ. അങ്ങനെ വീടാന്തരം ആളുകൾ ഇങ്ങനെ കയറി വരുന്ന സമയമാണല്ലോ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വോട്ടർക്ക് വെയിറ്റ് കൂടും. അത് വേറെ കാര്യം. കാരണം ഒരു വോട്ടിനും 2 വോട്ടിനും മറ്റൊക്കെയാണല്ലോ ജയിക്കുക ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ടർക്ക് ഭയങ്കരമായ വെയിറ്റ്. നമ്മളും പണ്ട് നാട്ടിൻപുറത്തൊക്കെ കഴിഞ്ഞതാണല്ലോ. പിന്നെ ഇപ്പോഴും എൻ്റെ തലശ്ശേരിയിൽ ഞാൻ കുറേ തവണയായി വോട്ട് ചെയ്യുന്നു. പഞ്ചായത്ത് ഇലക്ഷന് 4-ാമത്തെ തവണയാണ് തലശ്ശേരി വന്നിട്ട്. അതങ്ങനെ അതിൻ്റെ പാട്ടിന് നടക്കും. കുറച്ച് വെയിറ്റിലവിടെ നിന്നോട്ടെ. വെയിറ്റ് അങ്ങനെ വിട്ടുകൊടുക്കണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അതിനും ഇത് തന്നെയാണ് സമയം. ആരെക്കൊണ്ടെങ്കിലും വല്ല ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതും ഡിമാൻഡ് വെക്കാൻ പറ്റിയ സമയമാണ് ഇതൊക്കെ. ബുദ്ധിയുള്ളവരങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളനുസരിച്ചിട്ട് നീങ്ങുക. പലരും ഇങ്ങനെയുള്ള സമയത്താണ് കാര്യം നേടിയെടുക്കാൻ വേണ്ടി നോക്കുക. ചെറിയ കാര്യങ്ങളായിരിക്കും. ഇടവഴി നന്നാക്കുന്നതിനെ കുറിച്ചും മറ്റൊക്കെയുള്ള വളരെയേറെ മൈന്യൂട്ടായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന ഇടവഴിയിൽ കാട് പിടിച്ച് കിടന്നാൽ അയാൾക്കതൊരു ടെൻഷനായി. വല്ല പാമ്പോ മറ്റോ അവിടെ ഉണ്ടാകുമെന്ന്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് സ്ഥാനാർത്ഥി വന്ന് കൈകാര്യം ചെയ്യുമല്ലോ. ഏതൊരു സ്ഥാനാർത്ഥി ആയാലും അതിന് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. അത്തരം ഏതായാലും മാമാങ്കം നടക്കട്ടെ. മാമാങ്കം വലിയ രൂപത്തിൽ സ്ഥാനാർത്ഥികൾ തന്നെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിനല്ലേ. അപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. ഹലോ, എവിടുന്ന്? വടകരനാണ് വിളിക്കുന്നത്. എവിടെ? വടകര. ആ, പറയൂ. മോളെ കാര്യം അറിയാനായിരുന്നു. മോളെ ഡേറ്റ് ഓഫ് ബർത്ത് 22/8/2008. 22/8/2008 ഉച്ചക്ക് 1:13. രണ്ടായിരത്തി 8. ഉച്ചക്ക് 1:13. ഓക്കെ. ഭരണി നക്ഷത്രം. അതെ, ഭരണി നക്ഷത്രം. എന്താണ് പറയേണ്ട? കുട്ടി ചെറിയ മോളെ പഠിപ്പിന് പറ്റിയായിരുന്നു. ചെറിയ മോളെ ഇപ്പൊ +2 പഠിക്കുന്ന. ഓക്കെ. നന്നായി പഠിക്കുന്നതായിരുന്നു. ഇപ്പൊ കുറച്ച് പഠിപ്പിലൊക്കെ ഒരു ബാക്കോട്ടാണ്. അത് വിഷമങ്ങളോ ഓരോ അസുഖങ്ങളോ അങ്ങനെയൊക്കെ. ശരി. അപ്പൊ ഏത് പ്രകാരം അങ്ങനെ ഒരു ചെറിയ ഇത് മാത്രം, ചെറിയ ഏരശനിയൊക്കെ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാവും. എന്തൊക്കെ പക്ഷേ ശുക്രദശയാണ് നടക്കുന്നത്. അതിനെയൊക്കെ മറികടന്ന് വരാനും കുട്ടിക്ക് സാധിക്കും. ഇപ്പം നടക്കുന്നത്
പിന്നെ ശുക്രദശയിൽ ബുധൻ്റെ അപഹാരമാണ്. 2027 ഒന്നാം മാസം വരെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഈ +2 കഴിയുമല്ലോ, പരീക്ഷ കഴിയുമല്ലോ. ഹലോ ഹലോ, മനസ്സിലായി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ +2ൻ്റെ ഈ സമയം ബുധൻ്റെ അപഹാരം പരീക്ഷയിൽ പാസ്സായി വരുന്നതിന് തടസ്സമൊന്നുമില്ല. നല്ലത് തന്നെയാണോ? ഏതാണ് എടുത്തത് അവള്? മോള് +2 ബയോളജിയാണ് എടുത്തത്. +1 +2. ശരി, ഓക്കെ. അപ്പൊ നീറ്റിന് പോകാനായിരുന്നു താല്പര്യം. ഏത്? നീറ്റിന്റെ MBBS എഴുതാൻ വേണ്ടിട്ട് അത് രണ്ടും കൂടി പഠിക്കുന്നതായിരുന്നു. +1 +2 പാലയില് +1 +2 പിന്നെ നീറ്റും കൂടി ഒന്നിച്ച് പഠിക്കുന്നതായിരുന്നു. നടക്കട്ടെ, അതിനൊക്കെ ഇവിടെ യോഗമുണ്ടല്ലോ, അതിനെന്താ പ്രശ്നം? അതൊക്കെ ശരിയാവുമെന്നൊക്കെ അറിയാൻ വേണ്ടി. എന്താണ് ഇപ്പം, എന്ത് കാര്യത്തിനാണ് ഇപ്പം വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? അല്ല, അവള് ആദ്യം നന്നായി പഠിക്കുന്നതായിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് ഹലോ, എന്തിന്? മോള് നന്നായി പഠിക്കുന്നതായിരുന്നു. ഇപ്പൊ അവള് അവിടെ ഹോസ്റ്റലിൽ പോയതിനു ശേഷം അത് പഠിത്തലൊക്കെ കുറച്ച് പിന്നെ ബാക്കോട്ടാണ് മാർക്കൊക്കെ. അത് കാരണം പിന്നെ നീറ്റ് കിട്ടൂ അങ്ങനെ അത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അത് ടീനേജിൽ ചില സമയത്ത് കുട്ടികളുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. അതൊക്കെ സർവ്വസാധാരണമല്ലേ. അത് ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിന് മാറ്റം വരും. എന്താ മൂഡ് സ്വിങ് എന്ന് പറയുന്ന കുട്ടികൾക്ക് അതൊക്കെ സാധാരണയാണ്. ഇവിടെ ജാതകപ്രകാരം 2ൽ വ്യാഴമുള്ള പെൺകുട്ടിയാണ്. 10ാം ഭാവത്തിൽ സൂര്യൻ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ജാതകമാണ്. തീർച്ചയായിട്ടും ഈ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ എഞ്ചിനീയറിംഗ് ആണ്, അതാണോ നല്ല ഇതാണോ നല്ല എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനാണ്. അത് പിന്നെ പൊതുവെ ഈ ചെറുപ്പത്തിന്റെ പ്രത്യേകതയല്ലേ? അല്ല, അതിപ്പോ നമ്മളതുകൊണ്ട് കൺഫ്യൂഷൻ ഏത് വേണം. നീറ്റിന് വേണ്ടിട്ട് ചേർത്തതായിരുന്നു. അവർക്കും നീറ്റ് വേണം എന്ന് പറഞ്ഞ നിർബന്ധത്തിനാണ് അവിടെ ചേർത്തത്. അതെ. ഇപ്പൊ അത് വേണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാകെ കൺഫ്യൂഷനിൽ. +2 എക്സാം അല്ല, മെഡിസിൻ തന്നെയാണ് ഇവക്ക് നല്ലത്. മെഡിസിൻ തന്നെ, അതൊക്കെ അറിയാനാണ് മെഡിസിൻ. ഈ വർഷം അതിൽ ഉറച്ചു നിൽക്കാൻ പറയൂ. ഇങ്ങനെ ആടിക്കളിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടില്ലല്ലോ. ജാതകപ്രകാരം ഡോക്ടർ ആവാൻ തന്നെയാണ് വിധി. മാത്രമല്ല ഡോക്ടറായാൽ ശോഭിക്കാനും പറ്റും. എല്ലാ ഡോക്ടർക്കും ശോഭിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഡോക്ടറായ ശോഭിക്കാൻ പറ്റും. അപ്പൊ അഥവാ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ല? കിട്ടാൻ ചാൻസ് ജാതകപ്രകാരം ഞാൻ പറഞ്ഞല്ലോ 27 വരെ നല്ല സമയമല്ലേ. അപ്പൊ 26, 27 അതിനുള്ളിൽ എന്തായാലും 27 മാസം വരെ ഉണ്ടാവും. അല്ല, 27 ജനുവരി വരെയാണ് സൂപ്പർ ടൈം. ബുധന്റെ അപഹാരം ജനുവരി വരെ. അപ്പൊ നീറ്റ് വരുന്നത് 27 മെയ്യിലായിരിക്കും. അല്ല, അന്നേരം മഹാദശ ശുക്രന്റെ തന്നെയാണല്ലോ. മഹാദശ അടക്കുന്ന ശുക്രന്റെ ആണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഏറെ ശനിക്ക് ദോഷത്തിന് പരിഹാരം ചെയ്തത് നല്ലതാണ്. അതങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്നിട്ട് ബന്ധപ്പെടാം. ഈ ഏരശനിയൽ ഇതിനൊക്കെ അവിചാരിതമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഏരശനിയുടെ സ്വഭാവമാണല്ലോ അത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തടസ്സങ്ങളെ നമുക്ക് പരിഹാരം കൊണ്ട് മറികടക്കാനും പറ്റും. ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടൊന്നും ഇത് തെളിയിച്ചിട്ട് പറയാനൊന്നും പറ്റില്ല. അനുഭവം കൊണ്ട് പറയുന്നത് മാത്രം. താല്പര്യമുള്ളവർക്ക് വന്നാൽ അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവളോട് ചോദിച്ച് എന്നെ ബന്ധപ്പെടൂ. ഓക്കെ. എൻ്റെ തലശ്ശേരിയാണ്. ഇവിടെ കാണുന്നത് ഇത് തന്നെ, തലശ്ശേരി. കാണുന്നില്ലേ എൻ്റെ പരിപാടി? നിങ്ങൾ കാണുന്നില്ലേ? എരഞ്ഞോളിപ്പാലം തലശ്ശേരി. ഈ കാണുന്ന നമ്പറിലാണ് എന്നെ ബന്ധപ്പെടേണ്ടത്. വിളിക്കേണ്ട നമ്പറാണ് സ്ക്രോളിൽ പോകുന്നത്. സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് എന്നെ ബന്ധപ്പെട്ട നമ്പറാണ്. അല്ലല്ല, ഇവിടെ കാണുന്ന നമ്പർ 9388. അത് തന്നെ. ആ നമ്പറിലാണ് എന്നെ വിളിക്കേണ്ടത്. മറ്റേത് പരിപാടിയിലേക്ക് വിളിക്കാൻ. ഓക്കെ. എങ്ങനെ? അല്ല, സ്ക്രീനിൽ കാണുന്നില്ല, ഓണാക്കിയിട്ടില്ല ഞാൻ. 9388 50 4419.
4419. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ യാദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത, അതാണ് തൃഷ്ണയിൽപ്പെട്ടതാണ് ഈ പഞ്ചായത്ത് മെമ്പറാകുക എന്നുള്ളതൊക്കെ. എന്താ എനിക്ക് കുറച്ച് അറിയപ്പെടണം, എനിക്ക് ആരും വെറും നാട് നന്നാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പൊതുരംഗത്ത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജന്മവാസനയുമായിട്ട് ബന്ധപ്പെടുകയാണ്. എന്നെയും 10 പേരെ അറിയണം, അങ്ങനെ ആഗ്രഹിക്കാത്ത വ്യക്തികളില്ലെന്നാണ്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തിത്വ വൈകല്യമുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എന്നെ ആരും കാണുകയും വേണ്ട, എന്നെ ആരും അറിയുകയും വേണ്ട, എന്നെ ആരും നോക്കണ്ട, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വ്യക്തിത്വം വൈകല്യമാണെന്ന് മനസ്സിലാക്കണം, വികലമാണ്. അതായത് ആ പേഴ്സണാലിറ്റി ശരിയല്ല, സ്വത്വം എന്ന് മലയാളത്തിൽ പറയും. അത്തരം വ്യക്തികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർ പിന്നെ അധികവും ഇൻട്രോവേർട്ടുകളായിരിക്കും, അതായത് അന്തർമുഖന്മാരായിരിക്കും. ആരോടും സംസാരിക്കാനോ അതിനൊന്നും അവർക്ക് താല്പര്യമുണ്ടാവില്ല. അത് ആദ്യം തന്നെ ചെറുപ്പത്തിലാണെങ്കിൽ അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതിനെ മാറ്റാൻ പറ്റില്ല. ഒരു കുട്ടിപ്രായത്തിൽ അത് മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷെ മറ്റേത് പ്രായമായി കഴിഞ്ഞാൽ ആ ദോഷം അവിടെ ഉറച്ചു. അത്തരം വ്യക്തികൾ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ചിലവർക്കത് ഒബ്സഷനായിട്ട് ആൾക്കൂട്ടത്തിനെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ചില ആളുകളില്ല, അങ്ങനെ ഉത്സവ സ്ഥലത്തൊന്നും പോകാത്ത ആളുകളെ കാണാം. 10 പേര് കൂടി നിൽക്കുമ്പോൾ അവർക്ക് ഭയമാണ്. അപ്പം അത് പിന്നെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനസിക വൈകല്യമാണത്. ഒരാൾക്കൂട്ടത്തിലും ഒരിക്കലും അത്തരം വ്യക്തികൾ പ്രത്യക്ഷപ്പെടില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി ഒളിച്ചു കളയും. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ സമൂഹ ജീവിതത്തിൽ നിന്നും ഒരു സമൂഹ ജീവി എന്നുള്ള തരത്തിൽ അയാൾ ഒരു പരിധിവരെ അയാൾ പുറത്തായി പോകും. മാത്രമല്ല അത്തരം വ്യക്തികളെല്ലാം കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. ആ പെണ്ണിൻ്റെ ജീവിതവും പോയി. കാരണം പെണ്ണിന് ആഗ്രഹം ഒരു അയാൾ എന്നെയും കൂട്ടി ഒരു സിനിമ ടാക്കീസ് പോകണമെന്ന് ആഗ്രഹിക്കാതെ ഏത് ഭാര്യ ഉണ്ടാവുക, ചെറുപ്പത്തിൽ പ്രത്യേകിച്ചിട്ട്. പക്ഷെ ഇയാൾ പോവില്ല. ഇയാൾ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ആ സിനിമക്ക് പോകുന്ന ഒഴിവാക്കും. സംഭവം ആ തിയേറ്ററിൽ കുറേ ആൾക്കാർ ഒന്നിച്ച് ഉണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് അയാളുടെ ഉപബോധ മനസ്സതിനെ തടുക്കാൻ വേണ്ടി നോക്കും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നിൽക്കുന്നതൊക്കെ എക്സ്ട്രോവേർട്ടുകളായിരിക്കും, ബഹിർമുഖക്കാർ എന്ന് അവരെ മലയാളത്തിൽ പറയും. ബഹിർമുഖ വ്യക്തിത്വം, അന്തർമുഖ വ്യക്തിത്വം, അത് രണ്ടാണ്. ഒരു കോളുണ്ട്. ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്നാണേ. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1485. സമയം പറയൂ. സമയം അറിയില്ല സാറേ, നക്ഷത്രം അറിയില്ല, മൂലം. ഓ, സമയം അറിയില്ല, നക്ഷത്രം അറിയില്ല, മൂലം. അത് പറ്റില്ല, എനിക്ക് സമയമില്ലാതെ ഞാൻ പറയില്ല. എന്റെ ഇതിൽ നോക്കിയാൽ അനിയന്റേതാണേ. എന്റെ ഇതിൽ നോക്കിയാല് എനിക്ക് ഇത് അറിയാൻ പറ്റുമോ? എങ്ങനെ? എന്റെ ജനന തീയതി നോക്കിയിട്ടേ അനിയന്റേത് നോക്കാൻ പറ്റുമോന്ന് അറിയോ? അല്ല, ഡേറ്റും ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫലം പറയാൻ പറ്റൂ. അല്ല സാർ, അങ്ങനെയില്ല. എന്റെ സമയത്തിൽ നോക്കിയാൽ അനിയന്റെ ഫലം പറയാൻ പറ്റുമോന്ന് ചോദിക്കുന്നത്. ഇല്ല, അത് നിങ്ങളതാ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെല്ലേ? ആ, ഓക്കെ. 2:45 ആണെന്ന് തോന്നുന്നേ.
അത് തോന്നലൊന്നും ഇവിടെ പറ്റില്ല, തോന്നലൊന്നും ഇവിടെ പറ്റില്ല. അതാണ്, അങ്ങനത്തെ പരിപാടിയൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, നിങ്ങൾ സമയം കൃത്യമായിട്ട് വെച്ചിട്ട് മാത്രം പരിപാടിയിൽ വിളിക്കൂ. ഓക്കെ, ശരി ശരി. അപ്പോൾ കൃത്യമായ സമയവും ഡേറ്റും സമയവും എനിക്കുണ്ടെങ്കിൽ മാത്രമേ അത് സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ട് എനിക്ക് വായി തോന്നിയ പറയുകയല്ല. വായി തോന്നിയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കൊല്ലം ഇങ്ങനെ പോവില്ലല്ലോ. ഏതായാലും അപ്പണി എടുക്കാറില്ല. ഒരു കൊട്ടക്കണക്കിനങ്ങ് പറഞ്ഞിട്ട് അങ്ങ് വിടുക. മൂല നക്ഷത്രത്തിനെ കൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഒരു പ്രസംഗം തന്നെ അരമണിക്കൂർ എനിക്ക് അടിച്ചു വിടാൻ പറ്റും. പക്ഷെ അതിനെക്കൊണ്ട് അവർക്ക് കാര്യമില്ലല്ലോ. മൂലനക്ഷത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ്, കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന മറ്റേ കൊമ്പ് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവർ സ്ത്രീകൾക്കത് അത്ര നല്ലതല്ല, പുരുഷന്മാർക്ക് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് അടിക്കാം. പക്ഷെ ആ വിളിച്ച വ്യക്തിക്ക് എന്താണ് ഗുണം, അത് ഞാൻ നോക്കണ്ടേ. അത് ഈ എന്താ പറയുക, ഈ വിചാരം വേണം. ഏത് പണിയെടുക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യാം, അല്ലേ അത് ചെയ്യാതിരിക്കുക. ഇത് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് അത് വിളിക്കുന്നവരും ഒന്ന് കണക്കിലെടുക്കണം. കൃത്യമായ സമയവും ഡേറ്റും എൻ്റെ കയ്യിലുണ്ടോ, അല്ലെ അയാളെ നമ്മൾ എന്തിനാണ് മെനക്കെടുത്തുന്നത്. പിന്നെ പലരുടെയും വിചാരം ഇങ്ങനെ ഏത് സമയത്തും വിളിച്ചാലും ഞാനിത് പറയാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആളാണെന്നാ അങ്ങനെയും ധരിക്കുന്ന കുറേ ആളുണ്ട്. ഇങ്ങനെ ഉറങ്ങാൻ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും രാത്രി 9:30 മണിക്ക് 10 മണിക്കൊക്കെ 5, 8, 18 എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങ് വരും. എന്താ പറയുക, ചില നല്ല മൂടാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. ഉറക്കമൊക്കെ വരുന്ന സമയത്താണെങ്കിൽ വർത്തമാനം കുറച്ച് പിഴക്കും. അതെന്താന്ന് പറഞ്ഞാൽ ഞാനും മനുഷ്യനല്ലേ. എനിക്കോ ചിലർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്ന ആളുണ്ട്. എന്തോ ഒരു സുഖം, ഒരു മനസ്സുഖം. പണ്ടാരോ പറഞ്ഞ പോലെ ഒരുത്തനിട്ടൊരു പണി കൊടുക്കും ചെറിയ സുഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനിടെ 2 ദിവസം മുമ്പ് ഒരാൾ വിളിച്ച് ചോദിക്കാൻ, എവിടെയാണ് ഉള്ളതെന്ന്. എന്താ എവിടെയാണ് ഉള്ളതെന്ന്, എന്തിനാണ് അയാൾ അങ്ങനെ ചോദിക്കുന്നത്? വെറുതെ ഒരു സുഖം. അതും പേര് കേട്ടിട്ട് പ്രായമുള്ള ആളെ പേരാണ്. നാരായണൻ കുഞ്ഞിരാമയെന്നൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇടൂലല്ലോ. 10-60 വയസ്സ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ 60 വയസ്സ് ആയിട്ടും നന്നായിട്ടില്ല മനസ്സ്. അതാണ് ചിലർ ആവും എന്ന് പറയുന്നുണ്ട്. പ്രായം കൂടുമ്പോൾ നന്നേ ആയിനെന്ന് പറയുന്നില്ലേ, നമ്മളെ കണ്ണൂർ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, നന്നേ ആയിന്. അതായത് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് എടുക്കാനായിന്നാ. രോഗമൊക്കെ ഉള്ള ആൾക്കാരെ കാണാൻ പോയി തിരിച്ചു വരുമ്പം ജാനുവെടുത്ത് ചോദിക്കും കല്യാണിയോട്, എങ്ങനെയുണ്ട് കല്യാണി, അവളെ സ്ഥിതി എന്തുണ്ട്. അത് നന്നേ ആയിന് എന്ന് പറഞ്ഞാൽ ജാനുവെടുത്ത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചിന്തിക്കണ്ട, നന്നേ ആയിട്ടുണ്ട്. ഇനി അതായത് വലിയ നീണ്ടു നിൽക്കില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ ചാകുന്നതിലിടയ്ക്ക് ആർക്കൊക്കെയാണ് പണി കൊടുക്കുന്നത് എന്നുള്ള ചെറുപ്പക്കാരങ്ങനെയുള്ള സ്വഭാവം കാണിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന് അറിവില്ലായ്മ, അവന് ജീവിതത്തിൻ്റെ വശങ്ങളൊന്നും കാണാതെ കൊണ്ട് ആരുടെയെങ്കിലും പ്രലോഭനത്തിനൊക്കെ അടിപ്പെട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ പെരുമാറുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവാം. ഒരു 35-ന് മുമ്പ് നമുക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. വെറുതെ അങ്ങനെ ചില ആൾക്കാർക്ക് വളരെ അപൂർവം, ചിലർക്ക് കുഞ്ഞായിരിക്കുമ്പോൾ വളരെയേറെ പക്വതയും അത് വളരെ വളരെ കുറവാണ്. ഇപ്പം പുതിയ സിദ്ധാന്തപ്രകാരം 36 വയസ്സ് വരെ കൗമാരം എന്നാണ്, 66 വരെ യൗവനും. ഞാൻ ആ സമാധാനത്തിലായി കുപ്പായൊക്കെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെയാണ് വായിച്ചത്. ഞാൻ യുവാവാണ്, ഇനിയുമുണ്ട്, 66ലേക്ക് ഇനിയുമുണ്ട്. 66 വയസ്സ് വരെ യുവാവാണ് പോലും. പിന്നെ 81 വയസ്സ് വരെ തൈക്കളവൻ, പിന്നെ കുറച്ച് കഷ്ടമെന്നാണ് പറയുന്നത്, പിന്നെ വെറും കളവൻ. അങ്ങനെയാണ് പോലും ഇപ്പം പുതിയ കണക്ക്. എല്ലാവരും ഒന്ന് സമാധാനത്തിൽ ഇരുന്നോളൂ. അതൊക്കെ എല്ലാവർക്കും ശരിയാവില്ല. ഞാനതുകൊണ്ട് ഇന്ന് കളറിൻ്റെ കുപ്പായം ഇടാമെന്ന് വിചാരിച്ചു. ഇനി
ഇത് ഒരിക്കൽ ഇട്ടതാ, ഇനി വേണ്ടാന്ന് വെച്ചതാ, പക്ഷേ എന്നിട്ടും എടുത്തിട്ടു ധൈര്യത്തിൽ. കാരണം യുവാവല്ലേ, വിടാലോ. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, പയ്യന്നൂരിന്നാണ് വിളിക്കുന്നത്. എവിടെ? പയ്യന്നൂര്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1485. 1485. സമയം 12 മണി ആ 30 നാഴിക 32 വിനാഴിക. 12. ഹലോ. 12 മണി 30 നാഴിക 32 വിനാഴിക. എനിക്ക് നിങ്ങൾ പറയുന്ന മനസ്സിലാവുന്നില്ല എന്താണെന്ന് പ്രശ്നമൊന്നുമില്ല. 12 ഉച്ചക്ക് 12 മണിക്കാണോ? അല്ല, രാത്രി 12 മണി. 30 നാഴിക കഴിഞ്ഞ് 32 വിനാഴിക. നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? അസ്തമിച്ചിട്ടാണോ? ഇത് നക്ഷത്രം എന്താണ്? മൂലം. അല്ല, ഇവിടെ മൂലൊന്നും കിട്ടുന്നില്ല. 1/4/1985 അല്ലേ? അതെ. ഇല്ല, ആയില്ല നക്ഷത്രമാണ്. ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പിന്നെ തൃഷ്ണയുടെ കൃഷ്ണ നിരൂപിച്ചു ചെല്ലുമ്പോൾ തൃഷ്ണ കണ്ടു ഭ്രമിക്കുന്ന ഇതോ ചിലർ എന്നൊരു ശ്ലോകമുണ്ട്. എന്താണ് കൃഷ്ണ എന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ തൃഷ്ണ കണ്ട് ഭ്രമിച്ചു പോകുന്നു. അത് തന്നെ നിരൂപിച്ചിട്ട് കൃഷ്ണ നിരൂപിച്ചു ചെല്ലുമ്പോൾ തൃഷ്ണ കണ്ടു ഭ്രമിക്കുന്നത് ചിലർ. കൃഷ്ണ എന്നിങ്ങനെ വിളിച്ചിട്ട്, ഇപ്പം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. നാരായണ എന്ന് വിളിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ആ സമയത്ത് തൃഷ്ണ കണ്ട് ഭ്രമിച്ചു പോകും ചിലർ. അല്ലെങ്കിൽ ഭഗവാനെ വിചാരിച്ച് കൂടേണ്ട സമയമായി എന്ന് ശേഖരനെ നീലകണ്ഠൻ ഉപദേശിക്കുന്നുണ്ടല്ലോ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമകൃപയാ ശംഭോ ത്വയി ഭക്തി അജഞ്ചലാം. അങ്ങനെ ചിന്തിച്ച് കൂടേണ്ട സമയമായിടോ എന്ന് പറയുന്നില്ലേ? അതായത് ഒരു വ്യക്തി 60 വയസ്സെത്തിയിട്ടും ഭഗവാനെ വിളിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാളെ കാര്യം കുറച്ച് കഷ്ടമാവുന്നതാണ്. പിന്നെ അയാളെ ഇപ്പോൾ വിളിക്കാനാണ്? ലാസ്റ്റ് ഘട്ടമാണത്. യൗവനത്തിൽ ഞാനൊക്കെ 30 വയസ്സിൽ തുടങ്ങി തെളിയൊക്കെ, അവരെ വിളിച്ചിട്ടില്ല. ഇപ്പം വിളിക്കുക എന്നുള്ളത് ആ വിളിച്ചവന് മാത്രമേ അതിൻ്റെ ഫലം അറിയുള്ളൂ. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവന് കാട്ടുപോയിക്കെന്ത് സംക്രമവും ഏകാദശിയും വന്നിരിക്കുന്നു. അമാവാസിയുമില്ല, സംക്രമവുമില്ല, ഏകാദശിയുമില്ല. അത് കാട്ടുപോയിയുടെ ജന്മം. ഈ ഭക്തന്മാരല്ലാത്തവരെല്ലാം കാട്ടുപോയി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ജീവിതം നയിച്ചാൽ മതി, മനഃശുദ്ധിയോട് കൂടിയിട്ട്. ഭഗവാന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനഃശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ തനിയെ അവിടെ വിളിക്കാതെ തന്നെ അവിടെ വന്നിരുന്നോളൂ. ഉള്ള കാവട്ടി മുഴുവൻ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ടെന്ത് കാര്യം? അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് വിളിക്കാത്തവർ മോശക്കാരെന്നോ വിളിച്ചവർ ഭയങ്കര മഹാന്മാരെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് വിളിച്ചു, ഞാൻ മഹാനൊന്നും അല്ലെങ്കിലും എനിക്ക് റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ പറയുന്നു. ആ റിസൾട്ട് എന്താണെന്നുള്ളത് എന്നോട് ചോദിക്കേണ്ട, അത് ഞാൻ പറയില്ല. പലതരത്തിലുള്ള റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ പ്രകൃതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? യാദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത. തൃഷ്ണയായിട്ട് നമ്മളെ ഉള്ളിൽ നിലകൊള്ളുന്നത് പരാശക്തിയാണെന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. തൃഷ്ണയുടെ ഒറ്റവാക്കിനുള്ള അർത്ഥം ഭോഗസുഖമെന്നാണ്. ഭോഗസുഖത്തിലെല്ലാം പെടും. അതാദ്യം മനസ്സിലാക്കുക. നല്ല വാഹനം, നല്ല വീട്,
നല്ല ഭാര്യ, നല്ല കുപ്പായം, നല്ല സാരി, ഇതൊക്കെ ഭോഗസുഖത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ അതിൽ പെടുന്നത് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആളാവണം എന്നുള്ള വിചാരം, അതും ഭോഗത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു 10 പേര് അറിയണമെന്നുള്ള, മെമ്പറാകണമെന്നുള്ള, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം സർ. ഒന്ന് വോളിയം കുറക്കൂ. അവിടെ എന്തോ ഒരു ഇല്ലല്ലേ? ഹലോ ഹലോ, ആ പറയൂ. എന്റെ 184. എന്തോ ക്ലിയർ ആവുന്നില്ല. ഇല്ലല്ലേ ക്ലിയർ. 2184 സർ. 2184. 2184. ഹലോ, 1184. അല്ല 2 സർ. 21 2 2 തീയതി. എന്തോ ക്ലിയർ ആവുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയാം. 2 തീയതി സർ. 2184. ഉച്ചക്ക് 1:15. ഉച്ചക്ക് 1:15. ആ ടി വിയുടെ ശബ്ദം കുറക്കും. കുറച്ചില്ല സർ. പിന്നെയും എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇല്ലല്ലോ സർ, ഒന്നും വെച്ചിട്ടില്ല. 2/1/1984 1/15. സർ. 3 നക്ഷത്രം. ഹലോ, രാത്രിയാണോ? അല്ല ഉച്ചക്ക് 1:15 സർ. ഉച്ചക്കോ? ഉച്ചക്ക് 1:15. എന്താണ് അറിയേണ്ടത്? ആ ജോലിന്റെ ഒന്നും ശരിയായിട്ടില്ല സാർ. അതൊന്നും മാറ്റം കിട്ടിയിട്ടില്ല. കാരണം അന്ന് പറഞ്ഞ് കിട്ടും, ഒരു മുതൽ ആഗസ്റ്റിലെ പറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. അത് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാർ. വേറെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നടക്കുന്നത് ചൊവ്വാദശയാണ്. അതെ സാർ. ആ ചൊവ്വാദശ അത്ര ഗുണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. അതിന്റെ ഒന്നും വഴിയുണ്ട് സാർ. വേറൊന്നും. നിങ്ങളെന്താണ് പരിഹാരം എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടാം. ആയിക്കോട്ടെ. അല്ല മാറ്റം വരൂ സാർ. എങ്ങനെ? ജോലി സ്ഥലത്ത് മാറ്റം വരൂ സാർ. അങ്ങനെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ജാതകപ്രകാരം ഇങ്ങനെ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല. ശരിയാ സാർ. മനസ്സിനും വല്ലാതെ ഉണ്ടാവും. ഒരു പേടി പോലെയും ഒരു കാര്യവും ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ ഒക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ബന്ധപ്പെടാം. എന്റെ കുട്ടികളെല്ലാം എങ്ങനെയുണ്ട് സാർ? ജോലി സ്ഥലത്തൊന്നും പ്രശ്നമില്ല. എങ്ങനെ? കുട്ടികളെല്ലാം അതിനെക്കൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല സാർ? കുട്ടികളൊന്നും ചൊവ്വന്റെ കുട്ടികൾക്കൊന്നും ദോഷം ഉണ്ടാവും സാർ? അതറിയാൻ വേണ്ടി സാർ. അതൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. കഴിഞ്ഞ രാഹുൽ ദേശയല്ലേ സാർ? രാഹുൽ ദേശയല്ലേ? അതെ, രാഹുദശയാണ് ഇനി വരാനുള്ളത്. അതെങ്ങനെയാ സാർ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമുണ്ടാവില്ല. ഇല്ല. ഒന്നും ക്ലിയർ ആവുന്നില്ല. അതാണ് എനിക്ക് ഒന്നും പറയാൻ കഴിയാത്തത്. എന്തോ നേരിട്ട് വിളിക്കാം സാർ. നേരിട്ട് വിളിക്കാം. ശരി ശരി. അപ്പോൾ അതുകൊണ്ട് എന്തോ പരിപാടിയിൽ എന്തോ ഒരു തടസ്സം നേരിടുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മൊത്തം എൻ്റെ കിളി പോയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യാദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത. അപ്പോൾ ഈ തൃഷ്ണ വേണമെന്നാണ് പറയുന്നത്. തൃഷ്ണ കൂടിപ്പോയാലും കുഴപ്പമാണ്, തൃഷ്ണ നന്നേ കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. അത് ഒരു ലിമിറ്റിന് കൊണ്ടുപോകാൻ കഴിയുന്ന, ഉദാഹരണം ഭക്ഷണത്തോട് തൃഷ്ണയാണെന്ന് കൂട്ടുക.
അത് അങ്ങ് വാരി വാരി തിന്നാൽ അങ്ങനെ തിന്നിട്ട് ചത്തുപോയ ഒരാളെ എനിക്കറിയാം. അയാൾക്ക് വേറെ ഒന്നും പരിപാടിയിൽ അറിയായിരുന്നില്ല. അയാൾക്ക് തിന്നലിനോട് മാത്രമാണ് തീറ്റ. എന്ത് കിട്ടിയാലും തിന്നു കളയും. അയാളെ മുമ്പിൽ ഒരു വസ്തു ആർക്കും കൊണ്ടുപോയിക്കൂടാ, വീട്ടിലൊരു വസ്തു വെച്ചുകൂടാ. റപ്പായിയെ പോലെ. ഈ തൃശ്ശൂരുണ്ടായിരുന്നു റപ്പായി, മരിച്ചുപോയി. അയാൾ അങ്ങനെയായിരുന്നു. അയാൾ 70 ഇഡ്ഡലിയെല്ലാം ഒരു ചെറിയ കേസാണ് അയാൾക്ക്. അങ്ങനെ ഒരു 4 സേർ അരിയുടെ ചോറ് അങ്ങനെയൊക്കെ ആയിരുന്നു അയാളുടെ മെനു. ഒരു ആന തിന്നുന്ന പോലെ തിന്നുമായിരുന്നു. അവസാനം അയാളെ ആരോ ചതിച്ചു. ഈ മുള്ളാണിയിട്ട് ഭക്ഷണം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇയാൾ വെട്ടി വിഴുങ്ങുന്ന കൂട്ടത്തിൽ അതും അങ്ങ് പോയി. അങ്ങനെ വിഷമിച്ചു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചതിയന്മാരും ഉണ്ടല്ലോ. അതാണ് ഈ ഭക്ഷണത്തിലൊക്കെ അവൻ്റെ ഒന്ന് 7 തലമുറ രക്ഷപ്പെടില്ല, അത് വേറെ കാര്യം. ഭക്ഷണത്തിലൊക്കെ ഈ മാലിന്യം അല്ലെങ്കിൽ പിന്നെ കൈവിഷം ചേർക്കുക, ഭക്ഷണത്തിൽ അങ്ങനെ പരിപാടി ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. അത് സയൻറ്റിഫിക്കാണ്. ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങളിൽ ചില പ്രത്യേക സാധനങ്ങൾ ശത്രുക്കൾ നമ്മളെ വയറ്റിലേക്കാക്കി തന്നാൽ ആ വ്യക്തി വല്ലാണ്ട് വിഷമിച്ചു പോകും. നമ്മളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുകയില്ല. ഇപ്പം പോലും പറയാൻ ഞാൻ പറയില്ല. കാരണം ഈ കേൾക്കുന്ന കൂട്ടത്തിൽ 2 ദുഷ്ടന്മാരുണ്ടെങ്കിൽ അവരതല്ലേ ചെയ്യുക. അതാണ് നമ്മൾ എല്ലാം പറയാൻ പാടില്ല. അറിവുകൾ പോലും ചിലത് പങ്കുവെക്കാൻ പാടില്ല. ഇതിപ്പോൾ നേരിട്ടായാലും ഏതൊക്കെ വസ്തുക്കളാണ് ഇങ്ങനെയുള്ളതെന്നറിയാം, അത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് വന്ന ആളോട് പോലും അതൊന്നും പറയാറില്ല. അല്ലേ എനിക്ക് അങ്ങനെ തോന്നണം അത്രമാത്രം 916 അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, 916 മനുഷ്യനെ. അപ്പോൾ അത്തരം വ്യക്തികളോട് വേണമെങ്കിൽ പറയാം. അത് ജാതകത്തിൽ തന്നെ ഉണ്ടാവും. അവർ ദുഷ്ടന്മാരുടെ ജാതകം പരിശോധിച്ചാൽ തന്നെ ആ ജ്യോതിഷന് ദുഷ്ടതയുടെ ആഴം മനസ്സിലാവും. അത് പഠിച്ചെടുക്കുക എന്നുള്ളത് വലിയ ഒരു ജ്യോത്സ്യൻ്റെ വൻ വിജയമാണ്. കാരണം മുമ്പിലിരിക്കുന്ന ആൾ അയാളുടെ എല്ലാ ദുരിതത്തിനും കാരണം അയാളുടെ ദുഷ്ടതയാണെന്ന് ഇയാൾക്ക് തിരിച്ചറിയാൻ കഴിയും ജ്യോത്സ്യന്. ഈ ദുഷ്ടത ആത്യന്തികമായിട്ട് അയാൾക്ക് പിന്നെ പരിഹാരം ചെയ്താൽ പോലും ഫലിക്കില്ല. അയാൾക്ക് പ്രത്യേകം അയാളെ പരിഹാരം ചെയ്യിച്ചിട്ടും കാര്യമില്ല. കാരണം പരിഹാരം ചെയ്താലും അയാൾക്ക് ഫലിക്കുകയില്ല. അയാളത് നമ്മളെ കൊണ്ട് മോശമായിട്ട് മറ്റൊരു സ്ഥലത്ത് അവതരിപ്പിക്കുകയും ചെയ്യും. അയാൾക്ക് ഫലിക്കാത്തത് അയാളുടെ ജന്മാന്തരമായിട്ട് അയാൾ വന്നിരിക്കുന്ന ദോഷം കൊണ്ടുവന്ന ദോഷം. അതുകൊണ്ടാണ് ചിലർക്ക് പരിഹാരങ്ങൾ ഫലിക്കില്ല എന്ന് പറയുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുറച്ച് വോളിയം കുറക്കൂ. എവിടെ? പറയൂ, ഡേറ്റ് പറയൂ. ജൂലൈ 14, 2010. ജൂലൈ 14, 2010 രാവിലെ 8:45. ആയില്ലോ? അതെ. എന്താണ് അറിയേണ്ട വിഷയം? മോന്റെ പഠനം സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. മകനിപ്പോ പഠിക്കുന്നില്ല? 10ാം ക്ലാസ്സിലാണ്. എന്താണ്
എന്താണ് പ്രശ്നം എന്താണ്? അവന് ഭയങ്കര പിന്നെ മടിയാണ് പഠിക്കാനുള്ള. ഓ, ഭയങ്കര മടിയാണോ? തീരെ മോശമാണോ? തീരെ മോശമൊന്നല്ല, എന്നാലും ചെറിയൊരു മടി. ആ, അത് പിന്നെ പഠിക്കാൻ ചില കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ലേ അത്. അതെ അതെ. അല്ല, ഇവിടെ ജാതകപ്രകാരം അങ്ങനെ ഒരു 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നവർക്ക് പഠന കാര്യത്തിൽ രണ്ടിനെ കൊണ്ടാണ് വിദ്യ ചിന്തിക്കുക. അപ്പോൾ അവിടെ ശനി ഗുളികനുമായിട്ട് യോഗം ചെയ്യുന്നത് വിദ്യക്ക് അലസത കാണിക്കുമെന്നുള്ളതിനെപ്പറ്റി പറയാം. അതേപോലെ കടുത്ത വർത്തമാനങ്ങൾ പറയുക എന്നുള്ളതും ഗുളികനോട് യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കടുത്ത വർത്തമാനങ്ങൾ ദേഷ്യം പിടിച്ചാൽ പറയുന്നതൊക്കെ വേറെ ആയിരിക്കും. അങ്ങനെ ഒരു സംഭവം കേൾക്കാറില്ലേ അവൻ്റെ കയ്യിൽ നിന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മനസ്സിലായ, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, നാട്ടുകാർക്കെല്ലാം മനസ്സിലാവണ്ട. ഡോഗിൻ്റെ മോനേന്നൊക്കെ ചെറിയ വിളിയാ, അതിൽ കടുത്തത് വേറെയുണ്ട്. അത് 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 ജാതകത്തിൽ 2ൽ ഗുളികൻ ശനിയായിട്ട് യോഗം ചെയ്താൽ അങ്ങനെയാണ് പറയുന്നത്. അല്ല, അത് ജന്മനാ ഉള്ളതാ. അത് പല്ല് ശരിയുണ്ടോ? പല്ല് ഇപ്പൊ കറക്റ്റ് ആണോ? അതെ, അത് വേഗം ശരിയാക്കാൻ നോക്കണം. അത് വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിരിക്കുമ്പോൾ ആകെ ഒരു ഇതുണ്ടാവും, അത് പെട്ടെന്ന് ശരിയാക്കണം. 12 വയസ്സ് കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കണം, അല്ലേ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് മോശമാണ്. പല്ല് കുഴപ്പമുണ്ടാവുന്നതാണ്. പിന്നെ കുടുംബാംഗങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങൾ കുറയും, അതൊക്കെയാണ് അതിൻ്റെ മറ്റൊരു ഫലം. ഈ പഠിപ്പിനേക്കാളും ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ പഠിപ്പ് ചിലപ്പോൾ ശരിയായി വരാം. ഇപ്പോൾ ഒരു സമയം കുറച്ച് മോശമാണ്, ശുക്രദശയാണെങ്കിലും രാഹുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അലസത കൂടുതൽ കാണിക്കും. അതിന് എന്തെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളോ പരിഹാരങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്? ശരി, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ബന്ധപ്പെടാം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമുക്കതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. കാരണം ഇത് നിർണായകമായ ഒരു പീരീഡ് ആണല്ലോ. കാരണം ഇത് ഇപ്പം SLC ഇനി വരാൻ പോകുന്ന 2 കൊല്ലം ഈ മോശമുണ്ട്. അപ്പോൾ +2 വരെയുള്ള സമയം ഏറ്റവും ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഇവൻ്റെ ജാതകത്തിൽ തന്നെ കുഴപ്പം വന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ആ പറയുന്നതൊക്കെ സമ്മതിക്കേണ്ടി വരുന്നത്. ജാതകത്തിൽ തന്നെ ഇങ്ങനെ പിഴവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യുക. അത് പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഭർത്താവുമായിട്ട് ആലോചിക്കൂ, എന്നിട്ട് എന്നെ ബന്ധപ്പെടും. എങ്ങനെ? അച്ഛനില്ല, അവന്റെ അമ്മാവനാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഓ, അതും സംഭവിച്ചു അല്ലേ? ഓഹോ, അത് പക്ഷേ ഇവനുമായിട്ട് ബന്ധമില്ല കേട്ടോ. ഇവിടെ ആ ജാതകത്തിൽ അതിൻ്റെ അത്തരത്തിലുള്ള ദോഷങ്ങൾ ഇവനില്ല. നമ്മളില്ലാതെ അവൻ്റെ പേരിൽ ആരോപിക്കാൻ പാടില്ല. അപ്പോൾ അതില്ല, ആ ദോഷം ഈ കുട്ടിക്കില്ല. പക്ഷേ മറിച്ച് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ഉണ്ടാവാം. ഇവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം കിട്ടുമെന്നാണ് ഇവൻ്റെ ഫലം. അപ്പം അതുകൊണ്ട് അത് ഏതായാലും ഞാൻ ഇവൻ്റെ ഇതായിട്ട് കാണുന്നില്ല. മറ്റ് കാര്യങ്ങൾ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ജാതകത്തിലുള്ളതാണ്. ഇങ്ങനെ ഒരു സംഗതി അവൻ്റെ ജാതകത്തിലില്ല. ഭാവിയിലേക്ക് അത് പിന്നെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാരണം ഈ അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട് ഈ ജാതകത്തിന്. ഒന്നാമത് അവൻ്റെ മൂഡ് പലതവണയും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് അവൻ്റെ മൂഡ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഒരിക്കൽ ഉള്ള പോലെ അല്ല ഉള്ളൂ പിന്നെ ഒരു അവസരത്തിൽ.
ആ അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അമ്മാവനാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ദൈവം സഹായിക്കട്ടെ, നല്ല നിലയിൽ മുമ്പോട്ട് പോകട്ടെ. അമ്മാമൻ്റെത് പിന്നെ ഇതിന്റെ നല്ല തന്നെ ആയിരിക്കൂലേ? അമ്മാവൻ്റെ അമ്മാമനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പൊ ആവട്ടെ, അമ്മാവൻ അങ്ങനെ ഒരു ആങ്ങള നിങ്ങൾക്കുള്ളത് ഏറ്റവും വലിയ ഗുണമായില്ലേ? അത് ദൈവം നിങ്ങളെ ഒന്നും കാണാതെ അല്ലല്ലോ ഇങ്ങോട്ട് വിട്ടത്. ഇന്നത്തെ കാലത്ത് ആരാണ് അത്ര ഭയങ്കരം അത്ര വലിയ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആങ്ങളമാരെല്ലാം കുറഞ്ഞു പോയില്ലേ? അപ്പോൾ നിങ്ങളെന്തോ ഒരു കഴിഞ്ഞ ജന്മത്തിലെ പുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ആങ്ങളെ നിങ്ങളെ ഏറ്റെടുത്തു, നിങ്ങളെയും മക്കളെയും. അതയാളുടെ വലിയ മനസ്സ് നമോഭാഗം. അയാൾക്ക് നല്ലത് കൊടുക്കട്ടെ ദൈവം. മനുഷ്യന്മാരെല്ലാം വെറും സ്വാർത്ഥന്മാരാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള മനസ്സൊക്കെ കാണിക്കുന്ന ആളുകൾ വലിയ വലിയ ആൾക്കാർ തന്നെയാണ് എന്തുകൊണ്ടും. അതെ, ഏതായാലും അങ്ങനെ ഒരു അമ്മാവനെങ്കിലും ഇവൻ ഉണ്ടായല്ലോ, ദൈവം വെറുതെ വിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മാവനോട് ചോദിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറ്റുമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയും അമ്മാവനോ എന്താണെന്ന് ഞാൻ. ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ട് ഈ യാദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. തൃഷ്ണ വേണം, പക്ഷേ തൃഷ്ണ ഏറിപ്പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ ചിലരുടെ കാര്യത്തിൽ അവരല്ല നിശ്ചയിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏറിപ്പോകുന്നതിനൊന്നും ചിലപ്പോൾ അയാൾ കാരണക്കാരനാവണമെന്നില്ല. സാഹചര്യങ്ങൾ, ഒരാളിപ്പം മദ്യാസക്തി അത് തൃഷ്ണയിൽ പെട്ടതാണ്. അയാളെ കുറേ ആൾ കൂടി കുടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്കുണ്ടോ അല്ലേ, അയാൾ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് മുങ്ങിക്കിടക്കുകയല്ലേ. കുറേ ആളുകൾ സ്മോളിങ് മേടിച്ച് കൊടുത്തിട്ട് അവസാനം അയാൾക്ക് ഇവിടം വരെ പണ്ടാരോ പറഞ്ഞ പോലെ കോരിക്കളയും. കുടിച്ചിട്ട് ഓവറായിട്ട് ഈ വായിൽ നിന്ന് കോരിക്കളയുന്നൊരു അങ്ങനെ കുടിക്കുന്ന ആളില്ലേ. ഒരു 1.5 പെഗ് ആപ്പിറ്റൈസർ എന്ന് പറയും മദ്യത്തിന്. അങ്ങനെ ഒരു ഘടകമുണ്ടല്ലോ, ദഹന സഹായി. അതൊരു 90 മില്ലിയാണ്. ഇന്ത്യൻ ആർമിക്കാർക്ക് കൊടുക്കുന്നത് 90 മില്ലിയാണ്. പക്ഷേ ആ 90 മില്ലി തണുത്ത പ്രദേശത്തൊക്കെ ലഡാക്കിലും മറ്റൊക്കെ ഉള്ള സമയത്ത് ആ 90 മില്ലി അടിച്ച് ഒരു 2 പ്ലേറ്റ് ബീഫും അടിച്ച് ചൂടുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ. അപ്പോൾ അതൊക്കെ അടിച്ച് അങ്ങനെ അവരവിടെ നമ്മൾ അതിർത്തി കാക്കും. അത് പട്ടാളത്തിൽ തന്നെ കൊടുക്കുന്നതാണത്, ഭക്ഷണത്തിൻ്റെ കൂടെ വിളമ്പുന്നതാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് കുപ്പിക്കണക്കിന് കുടിച്ചിട്ട് സൈഡായി പോകുന്ന പട്ടാളക്കാരില്ലേ. ഈയിടെ ഒരു പട്ടാളക്കാരൻ നാട്ടിലേക്ക് പെൻഷനായി വന്ന് തന്നെ കരൾ വീക്കായിട്ടാണ്. അതാണ് അത് ഓരോ ആൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും ദൈവികമായ ഏത് രൂപത്തിലാണ് ജാതകപ്രകാരം നീങ്ങിയാൽ ഗുണകരമാവുക എന്ന് മനസ്സിലാക്കേണ്ടവർക്കുമെല്ലാം എന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ കാണാൻ വരാം. ഇവിടെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. 9388504419 ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വേണം വരാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ദിവസവും ഇപ്പോൾ ലീവൊന്നും അങ്ങനെ പ്രത്യേകമായിട്ടില്ല, ബുക്ക് ചെയ്ത് വരെ മാത്രമേ കാണുന്നുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്ത് വരാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. മറ്റൊരു കാര്യം, ഓൺലൈനിൽ അറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാൻ സൗകര്യമുണ്ട്. വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് ഫലം അറിയാൻ പറ്റുന്നതാണ്. നന്ദി, നമസ്കാരം.